എല്ലാ കൂട്ടുകാർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം നടന്ന കിസ് കോമ്പറ്റീഷനിലെ വിന്നേഴ്സ് ആരൊക്കെയെന്നാണ്. അപ്പോൾ നമുക്ക് അതിനു മുൻപായിട്ട് കഴിഞ്ഞ ദിവസം ചോദിച്ച ആ 10 ക്വസ്റ്റ്യൻസും അതിൻ്റെ ശരിയായ ഉത്തരങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. ചോദ്യം 1. ആവർത്തന പുസ്തകം 11-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട്? ഉത്തരം 32 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, വിത്ത് വിതച്ചിട്ട് പച്ചക്കറി തോട്ടം പോലെ കാലുകൊണ്ട് നനയ്ക്കേണ്ടി വന്നത് എവിടെ? ഉത്തരം മിസ്രൈം ദേശത്ത്. ആവർത്തന പുസ്തകം 11-ാം അധ്യായം 10-ാം വചനം. അടുത്ത ചോദ്യം, കുറ്റക്കാരൻ അടിക്ക് യോഗ്യനാകുന്നു എങ്കിൽ ന്യായാധിപൻ അവനെ നിലത്ത് കടത്തി അവൻ്റെ കുറ്റത്തിന് തക്കവണ്ണം എത്ര അടി അടിപ്പിക്കാം? ഉത്തരം 40 അടി. ആവർത്തന പുസ്തകം 25-ാം അധ്യായം 2-3 വചനങ്ങൾ. അടുത്ത ചോദ്യം, ആരുടെ വസ്ത്രമാണ് പണയം വാങ്ങാൻ പാടില്ലാത്തത്? ഉത്തരം വിധവയുടെ. ആവർത്തന പുസ്തകം 24-ാം അധ്യായം 17-ാം വചനം. അടുത്ത ചോദ്യം, ഒരു പട്ടണത്തോട് യുദ്ധം ചെയ്യുവാൻ അടുത്ത് ചെല്ലുമ്പോൾ എന്തു വിളിച്ചു പറയണം? ഉത്തരം സമാധാനം. ആവർത്തന പുസ്തകം 20-ാം അധ്യായം 10-ാം വചനം. അടുത്ത ചോദ്യം, എത്ര സങ്കേത പട്ടണങ്ങൾ പണിയുവാനാണ് മോശ ഇസ്രായേൽ മക്കളോട് പറഞ്ഞത്? ഉത്തരം 6. ആവർത്തന പുസ്തകം 19-ാം അധ്യായം 7-8 വചനങ്ങൾ. അടുത്ത ചോദ്യം, യഹോവ തരുന്ന ദേശത്ത് എത്ര പട്ടണം വേർതിരിക്കണം? ഉത്തരം 3. ആവർത്തന പുസ്തകം 19-ാം അധ്യായം 2-ാം വചനം. അടുത്ത ചോദ്യം, ദൈവമായ യഹോവയുടെ മുൻപാകെ നാം എങ്ങനെയുള്ളവരായിരിക്കണം? ഉത്തരം നിഷ്കളങ്കരായിരിക്കണം. ആവർത്തന പുസ്തകം 18-ാം അധ്യായം 13-ാം വചനം. അടുത്ത ചോദ്യം, മരണയോഗ്യനായ ഒരുവനെ കൊല്ലുന്നത് എത്ര സാക്ഷികളുടെ വാമൊഴിയാലായിരിക്കണം? ഉത്തരം 2-3 സാക്ഷികളുടെ വാമൊഴിയാൽ. ആവർത്തന പുസ്തകം 11-ാം അധ്യായം 6-ാം വചനം. അടുത്ത ചോദ്യം, നീ ഭൂമിയിലിരിക്കുന്നിടത്തോളം ആരെ ഉപേക്ഷിക്കാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുക എന്നാണ് യഹോവ മോശ മുഖാന്തരം ഇസ്രായേൽ മക്കളോട് പറഞ്ഞത്? ഉത്തരം ലേവ്യനെ. ആവർത്തന പുസ്തകം 12-ാം അധ്യായം 19-ാം വചനം. അപ്പോൾ ഇവയാണ് കഴിഞ്ഞ ദിവസം ചോദിച്ച ചോദ്യങ്ങളും അവയുടെ ശരിയായ ഉത്തരങ്ങളും. അടുത്ത് നമുക്ക് ഇതിൽ ആരൊക്കെയാണ് ശരിയായിട്ടുള്ള ഉത്തരങ്ങൾ അയച്ചിട്ടുള്ളത് നോക്കാം. ഈ 46 പേരാണ് എല്ലാ ചോദ്യത്തിനും ശരിയായിട്ടുള്ള ഉത്തരങ്ങൾ അയച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. ദൈവം നിങ്ങളെ എല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇനി ശരി ഉത്തരങ്ങൾ അയച്ചിട്ടുള്ളവരിൽ നിന്ന് ആ സമ്മാനം കിട്ടാൻ പോകുന്ന 2 വ്യക്തികളെ നമുക്ക് സെലക്ട് ചെയ്യാം. 46 പേരുടെ പേരുകൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ സമ്മാനം കിട്ടാൻ പോകുന്ന 2 വ്യക്തികൾ ആരെന്ന് നോക്കാം. അപ്പോൾ ആദ്യത്തെ വ്യക്തിയുടെ പേര് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം കിട്ടിയിട്ടുള്ള വ്യക്തിയുടെ പേര് പ്രീതയാണ്. ആദ്യത്തെ വ്യക്തിയുടെ പേര് പ്രീത. ഇനി നമുക്ക് രണ്ടാമത്തെ വ്യക്തി ആരെന്ന് നോക്കാം. രണ്ടാമത് കിട്ടിയിട്ടുള്ള വ്യക്തിയുടെ പേര് അഗസ്റ്റിനാണ്. രണ്ടാമത്തെ വ്യക്തിയുടെ പേര് അഗസ്റ്റിൻ. 2 പേരെ ഞങ്ങൾ കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ 2 പേർക്ക് ഞങ്ങൾ ഈ ആഴ്ചയിൽ തന്നെ സമ്മാനങ്ങൾ അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് സമ്മാനങ്ങൾ കിട്ടാത്തവർ വിഷമിക്കേണ്ട. നമുക്ക് എല്ലാ ആഴ്ചയിലും 2 ദിവസങ്ങൾ കിസ് കോമ്പറ്റീഷൻ നടക്കുന്നതായിരിക്കും, എല്ലാ ബുധനും എല്ലാ ഞായറും. അപ്പോൾ നിങ്ങൾ എല്ലാവരും മാക്സിമം പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വിന്നേഴ്സ് നിങ്ങൾ തന്നെയായിരിക്കും. അപ്പോൾ ദൈവം നിങ്ങളെ എല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.